Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes. Very എല്ലാവരും ഇല്ലല്ലോ, കുറച്ച് പേരൊക്കെ ഇനിയും വരാനുണ്ട്. മാം, ഇതിന്റെ എക്സാം എപ്പോഴാണ് വരുന്നുണ്ടാവുക? ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ വരുന്നുണ്ടാവുള്ളൂ? അല്ലടാ, PG-യുടെ മൊത്തം എല്ലാ മൊഡ്യൂൾസും കഴിഞ്ഞിട്ടാണ്. നമ്മൾ ക്ലാസ്സിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ. അതെ ഓക്കെ. അല്ല, ഇങ്ങനെ ഏകദേശം ഏത് സമയത്താ വരാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഈ ഡ്യൂറേഷൻ എത്രയാണ് നമ്മുടെ കോഴ്സിന്റെ PG? നമുക്ക് 4 മാസം തോന്നുന്നുണ്ട്. ടോട്ടൽ 10 മാസത്തെ കോഴ്സ് അല്ലേ? മറ്റേത് 6 മാസം, ഇത് 4 മാസം ഇങ്ങനെയല്ലേ? 6+4 months ആണ്. 4 months ആദ്യ ഡ്യൂറേഷനിലാണ്. ഞാൻ ഡേറ്റ് ഏകദേശം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഡ്യൂറേഷൻ ആണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതിന്റെ അടുത്തടുത്തൊക്കെ ദിവസങ്ങളിലൊക്കെ നമുക്ക് കോഴ്സ് തീർത്തിട്ട് ആണ് അതിന്റെ എക്സാംസ് വരിക. ഞാനത് നോക്കിയിട്ടില്ല, ഇപ്പൊ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നോക്കണം. നോക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ ഏകദേശം നമ്മുടെ PG തുടങ്ങിയ ഡേറ്റ് വെച്ചിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഒരു കാൽക്കുലേഷൻ. ആ 4 months കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സമയം മെയ്യും ജൂണൊക്കെ ആയിരിക്കും അല്ലേ മാം? അതെ അതെ. നമ്മൾ ഏത് മാസത്തിലാണ് തുടങ്ങിയത്? കഴിഞ്ഞ മാസം ഫെബ്രുവരിയിലാണല്ലോ തുടങ്ങിയത്. ഫെബ്രുവരിയുടെ ഡേറ്റിലാണ്. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ്, ഫെബ്രുവരി എന്ത് ഡേറ്റ് ആണെന്ന് കൂടി നോക്കി കറക്റ്റ് ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ജനുവരിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇൻട്രോ ക്ലാസ് ആയിരുന്നു ഐ തിങ്ക്, അല്ലെ? ഇൻട്രോ ആയിരുന്നോ സാറിന്റെ? ഇൻട്രോ ക്ലാസ് ആയിരുന്നു അന്ന്? ഉണ്ടായില്ല. 27th ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെന്നാണോ പറയണേ? അല്ല മാം, നിഷ മാമിന്റെ സാറിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ ജനുവരി 27 ഫസ്റ്റ്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു കാൽക്കുലേഷനിൽ അവിടെ ടാബുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ എക്സാംസിന്റെയൊക്കെ. അപ്പൊ അത് നമുക്ക് അടുത്ത ദിവസങ്ങൾ വേണമെങ്കിൽ ആ ഒരു മന്ത് വേണമെങ്കിൽ പറയാം. ഡേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡേറ്റ് നമ്മൾ ഓരോ എക്സാംസ് കൂടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു ഡേറ്റിന് തമ്മില് എന്താ പറയാ, ഇത് വരാതെ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും അറേഞ്ച്മെന്റുകൾ ഉണ്ടാകുക. അങ്ങനെ ചില വ്യത്യാസങ്ങളേ ഉണ്ടാകുള്ളൂ. അതർവൈസ് എല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എടുത്തു നിർത്തിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. കാറ്റഗറൈസ് ചെയ്യുന്നു അല്ലെ, ട്രയൽസ് സോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് കാറ്റഗറൈസ് ചെയ്ത് കാറ്റഗറി നമ്പർ 1, 2, 3 ആൻഡ് ഇൻ സം എക്സെപ്ഷണൽ കേസസ് there will be also one more category which is കാറ്റഗറി നമ്പർ 4 അല്ലെ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ന് വെച്ചാൽ ചില എക്സെപ്ഷണൽ കേസുകളിലാണ്, മരണം സംഭവിക്കുന്ന കേസുകളിലാണ് അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ അത്ര മരണത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 1, 2, 3 തന്നെയായിരിക്കും. അപ്പൊ ഓരോ കാറ്റഗറിയിലും അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് ഓഫ് കാഷ്വാലിറ്റീസ് വരാൻ സാധ്യതകൾ ഉണ്ട് എന്ന് മെൻഷൻ ചെയ്തു. അതോടൊപ്പം തന്നെ ആ ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലുള്ളവരെയാണ് അങ്ങനെ മാറ്റേണ്ടത് എന്നുള്ളതും അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ള ആ രോഗങ്ങളുടെ സിറ്റുവേഷൻസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെയാണ് നമ്മൾ എടുത്തത്. പിന്നെ കുറെ ജനറലായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ ട്രയേജ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് എന്താ പറയാ, ഒരു
ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. ആൻഡ് അതിനകത്ത് പങ്കാളികളാകുന്ന ആളുകളൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസ് ഉണ്ടായിരിക്കണം, സർജൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ അവർക്ക് ആ ഒരു അവിടെ നോ ടൈം ടു വേസ്റ്റ് അല്ലെ, നമ്മൾ പറഞ്ഞു സമയം ഒട്ടും തന്നെ കളയാനില്ല. അപ്പൊ ആ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. ദർ ഇസ് നോ ടൈം ടു വേസ്റ്റ് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ഡിസിഷൻസ് അല്ലെ, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇത്തരം സിറ്റുവേഷൻസിൽ വരേണ്ടതും അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ കാഷ്വാലിറ്റിയിൽ ഇതുപോലെ നമ്മൾ ഹോസ്പിറ്റൽസിൽ പ്രവേശിച്ചാൽ ആ കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും കംപ്ലീറ്റ് ആകുന്നില്ല. ഫൈനൽ ഒരു ട്രീറ്റ്മെന്റ് അല്ല അവിടെ കിട്ടുന്നത്. ആൻഡ് അതിനുശേഷം അവർക്ക് കിട്ടേണ്ട ചികിത്സകൾ എവിടെയാണോ അവിടേക്ക് ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത് അല്ലെ, മാറ്റണം, ഒഴിപ്പിക്കണം എന്നുള്ളതൊക്കെയാണ്. അവരുടെ എന്താ പറയാ വളരെ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ ഓവർകം ചെയ്ത് സർവൈവ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ആക്കി നമുക്ക് എന്താ പറയാ ചില ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മരണത്തോട് അടുക്കുന്ന ആളുകളെയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി കൊണ്ടുവരാനൊക്കെ സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് the hospitals must be well prepared. There should be more doctors to accommodate all these and also to attend all these patients, those who are brought into the casualty അല്ലെ. അപ്പൊ ഈ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന, അതുകൊണ്ടാണ് പറയുന്നത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ഡോക്ടേഴ്സിനെ ഒക്കെ വേണമെന്ന് അല്ലെ. അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ഷിഫ്റ്റിലായിട്ട് ചിലപ്പോൾ രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് വരെ ചില ഡോക്ടേഴ്സ് ഇരിക്കും, ഉച്ചയ്ക്ക് ശേഷം വേറെ ഡോക്ടർ ആയിരിക്കും, അതേ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ. നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റൽസ് ഒക്കെ സന്ദർശിക്കുന്നവരാണ്. അപ്പൊ ഇപ്പൊ ചിലപ്പോ ഒരു കാർഡിയോളജിയിൽ രാവിലെ തുടങ്ങി ഇപ്പൊ ചിലപ്പോ 9:30 മുതൽ 12:30 വരെയൊക്കെ ഒരു ഡോക്ടർ ആയിരിക്കും ഇരിക്കാം, ഉച്ചയ്ക്ക് ശേഷം വേറെ ഡോക്ടർ ആയിരിക്കും, ആൻഡ് നൈറ്റിലൊക്കെ വേറെ ഡോക്ടർ ആയിരിക്കും. അങ്ങനെയൊക്കെ മാറിയൊക്കെ ഇരിക്കും. ഒരേ ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം എന്താ പറയാ ഡിസാസ്റ്റർ ഒക്കെ ഒക്കർ ചെയ്യുന്ന ആ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിലൊക്കെ ഒക്കർ ചെയ്യുമ്പോൾ അത് ഇവർക്ക് അലേർട്ട് സൗണ്ട് ചെയ്യുന്ന അതേ നിമിഷത്തിൽ ഒരു ഫോൺ കോളിലോ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന അത്രയും ഡോക്ടേഴ്സിനെ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിന് എപ്പോഴും നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അതോടൊപ്പം തന്നെ ഓക്സിലറി സ്റ്റാഫ്, ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന സ്റ്റാഫുകള്, അതുപോലെ തന്നെ അതിനാവശ്യമായ സപ്ലൈസ്, എല്ലാ പോസിബിലിറ്റീസും ഇങ്ങനെ മാറ്റേണ്ട നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്ത പേഷ്യൻസിനെ അത് കാഷ്വാലിറ്റിന്ന് മാറ്റി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോകണവരെ ഇവിടെ അതിന് അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമുണ്ടോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിറ്റുവേഷൻ വിൽ ബി വേഴ്സൻഡ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ സിറ്റുവേഷൻ സാഹചര്യം വളരെയധികം മോശമായി പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു ഇടമാണ് നമ്മളുടെ ഹോസ്പിറ്റൽസ്. അതുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്രയും വിശാലമായ രീതിയിൽ നമുക്കിവിടെ പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇനി ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റിനെ കുറിച്ച് പറയുന്നത്. മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ ഓർ അറ്റ് ദ പ്ലേസ് ഓഫ് ഡിസാസ്റ്റർ. ഈ എന്താ പറയാ ഡിസാസ്റ്റർ ഒക്കെ ഒക്കർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ സ്ഥലത്ത് എവിടെയാണോ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നത് അതിന് അവിടെ ഒരു കമാൻഡ് പോസ്റ്റ്, ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം വെച്ചാൽ ഒരു മൊത്തത്തിലുള്ള പ്ലാനിങ് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഡിസിഷൻസ് എടുക്കാനും പ്ലാൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ഉണ്ടായിരിക്കണം ആ ഒരു ഏരിയയിൽ, ആ ഒരു സൈറ്റിൽ. ഈ MCP അല്ലെങ്കിൽ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ് ആ ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുന്നത്. MCP എന്ന് പറയുന്നത് ഹാവ് ടു കോർഡിനേറ്റ് ദ മെഡിക്കൽ ഓപ്പറേഷൻസ്. അവിടെ എന്ത് തരത്തിലുള്ള വൈദ്യസഹായം ശുശ്രൂഷകളാണോ ഓരോ പേഷ്യൻസിന് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, ട്രയേജ് സോർട്ടിങ് നടത്തുക, അതായത് പേഷ്യൻസിനെ തരംതിരിച്ച്, ആൻഡ് ഓൾസോ അപ്രോപ്രിയേറ്റ്നെസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ഫീൽഡ് ഓഫ് ഡ്രസ്സിംഗ് ആക്ടിവിറ്റീസ്. മുഴുവൻ അതും ഇഞ്ചുറീസ് ഒക്കെ വളരെയധികം പറ്റിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇവർക്കൊക്കെ എങ്ങനെയാണ് അവർക്ക് ഈ പറയുന്ന ഡ്രസ്സിംഗ് സ്റ്റേഷൻസ് എവിടെ ഉണ്ടാക്കണം, ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി എവിടെയെങ്കിലും മാറ്റിയിട്ട് അവർക്ക് ഡ്രസ്സിംഗ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. കുറെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ അതിന് ഡ്രസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല മറ്റു ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, റിസോഴ്സസ്, ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വെദർ there are available resources, ആ ഹോസ്പിറ്റലിന് ആവശ്യമായ റിസോഴ്സസ് ഉണ്ടോ, ഇത്രയും ആളുകളെ ഇത്രയും കാഷ്വാലിറ്റീസിനെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് വേണം ആ ഒരു ഡിസാസ്റ്റർ ഒക്കെ വരുന്ന ഏരിയയിൽ എന്ന് പറയുന്നതിന്റെ കാരണം. മനസ്സിലായോ? ആൻഡ് ദേ ഹാവ് ടു ഓൾസോ ഒബ്റ്റെയിൻ ദ റിവ്യൂ ഓഫ് സിവിയറിറ്റി ഓഫ് ദ ഡിസാസ്റ്റർ. ആ ഡിസാസ്റ്ററിന്റെ ഭീകരത
അല്ലെങ്കിൽ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആ പറയുന്ന അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണോ അതും ആലോചിക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, MCP പ്രകാരം അതായത് നമ്മുടെ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് പറയുന്ന രീതിയിൽ ബാക്കിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് ദ MCP എന്നാട്ടോ അടുത്ത പേജിലെ പാരഗ്രാഫ് തുടങ്ങുന്നത്. ടാങ്ക് എന്നാണ് ആ ഒരു അക്ഷരം ഒന്ന് മാറിയിട്ടുണ്ട്. The first task of the MCP is to obtain the overview of the severity of the disaster and the resources available. എന്തൊക്കെ എത്ര ഭീകരമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ് അവിടെ ഒക്കർ ചെയ്ത് എന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്. ഇപ്പൊ ഈ ഡിസാസ്റ്റർ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ പെട്ടെന്ന് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കണമെങ്കിൽ വാഹന സൗകര്യം വേണം അല്ലെ. ആംബുലൻസിൽ മാത്രം ഇത്രയധികം രോഗികളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സസ് ഉണ്ടോ, പേഴ്സണൽ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നീക്കണം. അവിടെ ഒത്തിരി സമയം നമുക്ക് ലാഗ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ റിവ്യൂ ചെയ്യേണ്ടത് ഈ MCP പ്രകാരമാണ്. ഓക്കെ, മെഡിക്കൽ കമാൻഡ് പ്ലാൻ പ്രകാരം തന്നെയാണ്. അപ്പൊ അതിന് ടാസ്ക് എന്നാണ് കേട്ടോ, അത് ടാങ്ക് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് തെറ്റിയതായിട്ട് കേട്ടോ, ടാങ്ക് എന്നുള്ളത് N മാറ്റി അവിടെ ചെയ്യാത്ത. അപ്പൊ മെഡിക്കൽ കമാൻഡ് പോസ്റ്റിന്റെ കാര്യം ഇതാണ്. അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതായത് അവര് കോർഡിനേറ്റ് ചെയ്യാം മെഡിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെ നടത്തണം, ട്രയേജ് ഫെസിലിറ്റീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ഫസ്റ്റ് ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ, പേഷ്യൻസിന് വേണ്ട ഡ്രസ്സിംഗ് സ്റ്റേഷൻസ് എവിടെ ഉണ്ടാക്കണം, ആംബുലൻസ് സർവീസസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ, ഒന്നുമില്ലാത്ത വെറുതെ ഒരു ഹോസ്പിറ്റൽ എന്ന് മാത്രം പേര്, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള എർജന്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള ഒത്തിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്ന ആളുകളെ പ്രവേശിപ്പിച്ചാൽ അവർക്ക് വേണ്ട ശുശ്രൂഷ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ അത്തരം റിസോഴ്സസ് ഇല്ല, അത്തരം ടെക്നോളജി ഇല്ല, അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലേക്ക് ഈ പേഷ്യൻസിനെ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ, വെറുതെ കിടത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്നാലേ അവർക്ക് സർവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ഉണ്ടോന്ന് നോക്കേണ്ടതൊക്കെ ഈ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ ആ ഒരു പാരഗ്രാഫ്? റിസോഴ്സസ് അവൈലബിൾ വരെ മനസ്സിലായോ എന്ന് നോക്കൂ. ഒന്ന് ജസ്റ്റ് വേഗം വായിച്ചു നോക്കാം, പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കാം. വായിച്ചല്ലോ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് എന്താണ്? അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു, വി ഹാവ് ടു സോർട്ട് ദ പേഷ്യൻസ് അക്കോർഡിംഗ് ടു ദ കാഷ്വാലിറ്റീസ് നീഡഡ്. എമർജൻസീസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഫ്രഞ്ച് വേർഡില് ടു സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയേജ് ചെയ്യണം. അപ്പൊ ഈ ട്രയേജ് എങ്ങനെ നടത്തണം, അതെങ്ങനെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലാണ് എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ദ ബെസ്റ്റ് യൂസ് ഓഫ് ട്രയേജ് എന്താണ്, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? വി ക്യാൻ യൂസ് ദ ടാഗ്. ഇതിനു വേണ്ടി നമുക്ക് ടാഗുകൾ ഉപയോഗിക്കാം. അത് ഓരോ സിറ്റുവേഷൻസ്, അതായത് ഓരോ ആളുകളുടെ പ്രയോറിറ്റി പ്രിഫറൻസ്, ഏത് രീതിയിലുള്ള പേഷ്യൻസ് ആണെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാം. ആ ഒരു പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണോ, അല്ല കുറച്ച് ലാഗ് ചെയ്ത ട്രീറ്റ്മെന്റ് വേണ്ട പേഷ്യൻസ് ആണോ, വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യത്തിന് മുറിവും ഇതൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ, അതൊക്കെ വെറുതെ ഡ്രസ് ചെയ്താൽ മാത്രം മതി, നത്തിങ് സീരിയസ് അബൌട്ട് എന്ന് പറയുന്ന പേഷ്യൻസ് ആണോ എന്നതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ദ ട്രയേജ് ടാഗ്. എന്ത് ചെയ്യാം, അത് വേണ്ടിയിട്ട് ടാഗുകൾ, ട്രയേജിന്റെ ടാഗുകൾ ഉപയോഗിക്കാം. വിച്ച് ഈസ് കളേർഡ് ആസ് റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ. ഇങ്ങനെ 3 കളേർഡ് ടാഗുകളാണ് പരമാവധി ഉപയോഗിക്കുക, അവര് മാക്സിമം ഉപയോഗിക്കുന്നത്. അതായത് റെഡ് ടാഗ് വിച്ച് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു കാറ്റഗറി 1, അതായത് ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്താവുന്ന ആളുകൾക്ക് കൊടുക്കാവുന്ന ടാഗാണ് റെഡ് ടാഗ് അല്ലെ, റെഡ് അലേർട്ട്. നമ്മള് ഇവിടെ കുറച്ച് ഒരു മാസം കൂടി കഴിഞ്ഞ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാം റെഡ് അലേർട്ട് ആണ് ഇന്ന സ്ഥലത്ത്. എറണാകുളം ജില്ലയിൽ ഒരു കുറച്ച് 3, 4, 5 ദിവസമൊക്കെ 5 ദിവസമൊക്കെ ഒന്ന് അടുപ്പിച്ച് കണ്ടിന്യൂസ് മഴ വന്നു കഴിയുമ്പോ അപ്പൊ തന്നെ എറണാകുളം ജില്ലക്കാർക്ക് പേടിയാകും. കാരണം നമ്മൾ ഇപ്രാവശ്യം അനുഭവിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറയണത് റെഡ് അലേർട്ട് ആണെന്ന് പറയുമ്പോൾ നമ്മളിവിടെ
എന്ത് ചെയ്യും, പേടിക്കാൻ തുടങ്ങും. പണ്ട് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്താ പറയാ പെട്ടെന്ന് ആയിരുന്നു അല്ലെ, ഇത്രയും വലിയ വെള്ളപ്പൊക്കം വരും നമ്മൾ വിചാരിച്ചിട്ടില്ല. ചെറിയ വെള്ളമൊക്കെ മുറ്റത്തൊക്കെ വന്നിങ്ങനെ നമ്മൾ തട്ടിക്കളിച്ചും പിള്ളേരൊക്കെ കളിച്ചും അല്ലെ, നമ്മളും അതൊക്കെ കാണാൻ പോയൊക്കെ വളരെ ആസ്വദിച്ചു. പക്ഷേ സംഭവം കുറച്ച് ദിവസം ഒരു പിറ്റേ ദിവസം ഒരു വെളുപ്പാകാലമായപ്പോഴേക്കും സംഗതിയുടെ കിടപ്പൊക്കെ മാറി, ആളുകളൊക്കെ വിഭ്രാന്തിയിലായി. ഒന്നും തന്നെ എടുത്തു വെക്കാനോ പൊക്കത്തിൽ മാറ്റി വെക്കാനോ ഒന്നും സമയം പോലും കിട്ടിയില്ല. കാരണം ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ഉച്ചയാകുമ്പോഴേക്കും ഇത്രയും ആവും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എല്ലാവരും ഇട്ട ഡ്രസ്സില് അല്ലെ, നമ്മുടെ കയ്യിൽ ഒന്നും എടുക്കാതെ മാത്രമാണ് എന്ത് ചെയ്തത് പോയത്. അപ്പൊ അന്ന് നമുക്ക് ഒരു ഇതില്ല, ഒരു പ്രിക്കോഷൻ എടുക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ നമ്മൾ അതിന് പ്രിപ്പയർഡാണ്. ഒരു 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ചില ആൾക്കാർ പതുക്കെ വീട്ടിൽ നിന്ന് താഴെ ഇരിക്കുന്ന നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്ത് അപ്സ്റ്റേഴ്സിലൊക്കെ മുറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി സേഫ് ആക്കും അല്ലെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാനും പൊങ്ങിയാലോ. ഒരു പ്രാവശ്യം ഞങ്ങളെ പഠിപ്പിച്ചു, വീണ്ടും ഞങ്ങളുടെ സാധനങ്ങൾ അങ്ങനെ നശിപ്പിക്കാൻ. പിന്നീട് നമ്മൾ ഒത്തിരി വില കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ റെഡ് എപ്പോഴും ഒരു ഭീകരതയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. സോ ഇവിടെയും കാറ്റഗറി നമ്പർ 1 സർവൈവ് ചെയ്യാൻ എന്താ പറയാ വളരെയധികം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് ആണ് നമ്മള് ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുത്തിയത് അല്ലെ, ക്രിട്ടിക്കൽ പേഷ്യൻസിനെയാണ്. അപ്പൊ അവർക്ക് സർവൈവൽ ഡിപ്പെൻഡന്റ് ആണ് എന്ന് വെച്ചാൽ അവരെ നമുക്ക് സർവൈവ് ചെയ്ത് കൊണ്ടുവരാൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ബ്രിങ് ദം ബാക്ക് ടു ദെയർ ലൈഫ്. അവരെ ലൈഫ് ത്രെട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ വിഭാഗമാണ് കാറ്റഗറി നമ്പർ 1. സോ അവര് തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, റെഡ് ടാഗ് കൊടുക്കാം. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ടാഗ് ഈസ് യെല്ലോ ടാഗ്. അപ്പൊ കുറച്ചുകൂടി അഭീകരതയുടെ കാഠിന്യം ഇച്ചിരി കുറഞ്ഞതാ. ദാറ്റ് മീൻസ് യെല്ലോ ടാഗ് യെല്ലോ അലർട്ട് അല്ലെങ്കിൽ യെല്ലോ അലർട്ട് കഴിഞ്ഞിട്ടാണ് അടുത്തതിലേക്ക് ഇങ്ങനെ പോകുക അല്ലെ. അപ്പൊ അതുകൊണ്ട് യെല്ലോ പറഞ്ഞു, പിന്നെ ഓറഞ്ച് പറഞ്ഞു, പിന്നെ റെഡ് പറഞ്ഞു. ഇവിടെ യെല്ലോ ടാഗ് ആണ് സെക്കൻഡ് ആയിട്ടുള്ളത്. സീരിയസ്ലി ഇഞ്ചുവേർഡ് ആണെങ്കിലും പക്ഷെ അവർക്ക് എന്താ പറയാ അത്ര പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യമില്ല. ഫസ്റ്റ് ആളുകളെ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് അടുത്ത ആളുകളെ കൊണ്ടുപോയാൽ മതി. their life is not threatened. കാരണം അവരുടെ ജീവന് ഭീഷണിയൊന്നുമില്ല. എന്നാൽ ആവശ്യത്തിന് പരിക്കുകളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ അവരുടെ ജീവൻ പോകും എന്നുള്ള ഭീഷണി ഇല്ല. വീണ്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, കാറ്റഗറി നമ്പർ 2 പെടുന്ന ആളുകള് ബൈ ചാൻസ് എന്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, കാറ്റഗറി നമ്പർ 1 മാറാനുള്ള സാധ്യതകളുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ പോസിബിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞില്ല. ഇവിടെയുള്ളവർ ഇങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചേക്കുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ പെട്ടവര് അങ്ങനെ തന്നെ, അവർക്ക് യാതൊരു വേറൊന്നും പറയാൻ പേടിക്കാനൊന്നുമില്ല. അവർക്ക് ഇപ്പൊ 5-8 മണിക്കൂർ 6 to 8 മണിക്കൂർ വരെ നമുക്ക് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ വൈകിക്കാം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ എങ്കിലും മേ ബി ദർ ഈസ് 1% ഓഫ് ചാൻസ്, ഒരു ചാൻസ് എങ്കിലും നമ്മൾ പെർസെന്റേജിൽ പറയണം. കാരണം അങ്ങനെ ചില ആളുകൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇത്തരം ആഘാതങ്ങളെ താങ്ങാൻ മെന്റലി അവർക്കുള്ള സ്ട്രെങ്ത് ഉണ്ടാവില്ല. സോ ദാറ്റ് മെന്റൽ സ്ട്രെങ്ത് ഒരു പരിധി വരെ നമ്മളുടെ എന്താ പറയാ ബാക്കി എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് പോയി കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ലോസ്റ്റ്. അപ്പൊ നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ മെന്റലാണ് അല്ലെ, മൈൻഡാണ്. അപ്പൊ മൈൻഡിനെ നമുക്ക് സ്ട്രോങ് ആക്കി നിർത്തണം. എത്ര ഭീകരതകളോ എത്ര ഡിഫിക്കൽട്ടീസോ എത്ര ദുഃഖങ്ങളോ എന്ത് വേദനകളോ ഒക്കെ വന്നാലും ഐ വിൽ ബി സ്ട്രോങ് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മൾ ശീലിക്കണം അല്ലെ. നമ്മൾ സ്ട്രോങ് ആകണം. അപ്പൊ അങ്ങനെ വരാൻ സാധ്യത. പക്ഷെ ചില പറയും കരിങ്കല്ല് ആണെന്നൊക്കെ പറയും അല്ലെ മനസ്സ്, അതൊന്നുമല്ല. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് അങ്ങനെ കരിങ്കല്ല് ആകേണ്ടിയും വരും. ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ യെല്ലോ ടാഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സീരിയസ്ലി ഇഞ്ചുവേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട്, പക്ഷെ ദേ ഓൾസോ റിക്വയർ സം ഹോസ്പിറ്റലൈസേഷൻ, മെഡിക്കൽ സ്റ്റെബിലൈസേഷൻ ആവശ്യമുള്ളത് തന്നെയാണ്. അതുപോലെ തേർഡ് കാറ്റഗറിയെ സംബന്ധിച്ച് അതിനേക്കാൾ ഉപരി ഒരു പ്രയോർ ട്രാൻസ്പോർട്ടേഷൻ വേണ്ട ഒരു പേഷ്യൻസും ആണ്. പക്ഷെ അവരുടെ ലൈഫ് ത്രെട്ടൻഡ് അല്ല, ജീവന് ഭീഷണിയില്ലാത്ത ആളുകളാണ് ആ വിഭാഗം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവരെ തിരിച്ചറിയാൻ അവർക്ക് യെല്ലോ ടാഗ് കൊടുക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഗ്രീൻ ടാഗ് ആണ് തേർഡ് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടാഗ് ആണ് ഗ്രീൻ ടാഗ്. അപ്പൊ ഒരു പച്ച ടാഗ് ആണ് അവർക്ക് കൊടുക്കാം. അവർക്ക് വേണമെങ്കിൽ നടന്നോ അല്ലെങ്കിൽ ആംബുലൻസിൽ സൗകര്യം ഉണ്ടെങ്കിലൊക്കെയാണ് പാർക്കിങ്ങിലൊക്കെ നടത്തിയൊക്കെ കൊണ്ടുപോയാലും മതി. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ വേറെ വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ റീച്ച് ദ ഹോസ്പിറ്റൽസ് ഓർ എവിടെയാണോ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ബൈ വാക്കിംഗ് അവർക്ക് അവിടെ എത്താം. ദാറ്റ് മീൻസ് did not require any immediate treatments അല്ലെ. ആ ഡിസാസ്റ്ററിൽ അവർക്കുണ്ടായ പരിക്കുകൾക്ക് എത്രയും പെട്ടെന്നുള്ള ചികിത്സ വളരെ അത്യാവശ്യമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ അവസാനമായിട്ട് കൊണ്ടുപോയാലും മതി. ട്രാൻസ്പോർട്ടേഷൻ കാര്യത്തിൽ ലാസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റിയാണ് ഇവർക്ക് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ തേർഡ് കാറ്റഗറിക്ക് എന്ത് കൊടുക്കുക, ഗ്രീൻ ടാഗ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽസിലേക്ക് എത്തിയാലും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇത്രയും ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. റെഡ് ടാഗ് കിട്ടിയവർക്ക് ഇമ്മീഡിയറ്റ്
കൊടുക്കണം. ഒരു 5-6 മണിക്കൂറൊക്കെ വൈകിയാലും അല്ലെങ്കിൽ 6-8 മണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല എന്നുള്ള വിഭാഗമാണ് യെല്ലോ ടാഗ് ധരിച്ചു കൊണ്ടുവരുന്ന പേഷ്യൻസ്. ആൻഡ് ഗ്രീൻ ടാഗിന് എന്താ പറയാ, ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കെട്ടുക, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഇഞ്ചുറീസ് ഒക്കെ ആയിരിക്കാം. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാൽ അത് നഴ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ ടാഗ് ചെയ്തിട്ട് ട്രയേജിനെ എന്താ പറയാ കുറച്ചുകൂടി ബെറ്റർ യൂസിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സോർട്ടിങ്ങിനെ കുറച്ചുകൂടി ബെറ്റർ കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരുന്നത് ബൈ യൂസിങ് ടാഗുകളാണ്. ബൈ യൂസിങ് റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ ടാഗ് ആണ്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? അത് തന്നെ അവർ വീണ്ടും ഒന്നുകൂടി ഷോർട്ട് ആയിട്ട് അവിടെ ഓരോ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ് ടാഗ് ഷുഡ് ബി ഗിവൺ ഫസ്റ്റ്. അവർക്കാണ് ആദ്യം റെഡ് ടാഗ് കൊടുക്കുക. എർജന്റ് പേഷ്യൻസ് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ കഴിഞ്ഞു എർജന്റ് ഇവർക്കും ആവശ്യമുണ്ട് വൈദ്യസഹായം, അങ്ങനെയുള്ളവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആണ്, സെക്കൻഡ് കാറ്റഗറിയാണ് യെല്ലോ ടാഗ് കൊടുക്കും. വാക്കിംഗ് വോണ്ടഡ്, മുറിവും അവിടെയും ചെറുതൊക്കെ പല സ്ഥലത്തൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരെ നമുക്ക് ഗ്രീൻ ടാഗ് കൊടുത്ത് തേർഡ് കാറ്റഗറിയിൽ പെടുന്നവരെ നമ്മൾ KG ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവാക്യുവേറ്റ് ചെയ്യും ആ സ്ഥലത്ത് നിന്ന്. ഡിസാസ്റ്റർ ചെയ്ത സ്ഥലത്ത് നിന്ന് എന്തായാലും എല്ലാവരെയും മാറ്റണം. കാരണം ദുരന്തം ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയും മനസ്സൊക്കെ ചാവാൻ സാധ്യതയുണ്ട് ആളുകൾക്ക് അല്ലെ. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ആ ഓരോ കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരണം. ആൻഡ് ഓൾസോ എക്സെപ്ഷണൽ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെഡ് ഓർ എനി ഡൈങ്, മരിച്ചുകൊണ്ടിരിക്കുന്നു, മരിക്കും അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞു, അവര് നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ച് ഇങ്ങോട്ടേക്ക് കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്നില്ല എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് ചില കേസസിലാണ് ഉണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഡിസാസ്റ്റർ എല്ലാ ഡിസാസ്റ്റേഴ്സിലും മനുഷ്യന്മാർക്ക് അപകടങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന് അപായം സംഭവിക്കുന്നില്ല. എല്ലാ മനുഷ്യന്മാരും മരിക്കും കൂട്ടത്തോടെ എല്ലാ ഡിസാസ്റ്ററിലും അങ്ങനെ ഉണ്ടാകുന്നില്ല. പരിക്കുകളോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ആളുകൾ വരിക. എന്നാൽ എക്സെപ്ഷണൽ കേസസിൽ മരണം തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു ടാഗ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ടാഗ്, കറുത്ത ടാഗാണ് ലാസ്റ്റുകാർക്ക് കൊടുക്കുക. അപ്പൊ അതിന് ശേഷം അവർക്ക് അവരുടെ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി, അവരുടെ എമർജൻസി ആംബുലൻസ് സർവീസസ് ഇതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി അവര് പെട്ടെന്ന് സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് അനുസരിച്ച് പ്രയോറിറ്റി കൊടുത്ത് ഹോസ്പിറ്റൽസിലേക്ക് എന്ത് ചെയ്യാം, ഇവാക്യുവേറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു ടാഗിങ്ങിന്റെ കാര്യവും അതിന്റെ അടിയിൽ പോയിന്റ് ആയിട്ടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയിന്റ് അത് തന്നെ വിവരിച്ച് അവിടെ വന്നിട്ടുണ്ട്. പോയിന്റുകൾ തന്നെ നോക്കിയാലും മതി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക പെട്ടെന്ന്. കഴിഞ്ഞോ വായിച്ച്? യെസ്, എല്ലാവർക്കും ക്ലിയർ ആവണ്ടല്ലോ അല്ലെ? നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾറെഡി നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കുറച്ചൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കണേ. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോ ഒന്നുകൂടി കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി തരാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ചാപ്റ്റർ ഒന്നുകൂടി ഇവിടെ PGയുടെ ബുക്കിൽ വന്നിരിക്കുന്നത്. കാരണം ഡിസാസ്റ്റർ എന്ന് പറയുന്നത് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹോസ്പിറ്റലിലും പ്രോപ്പർലി നടന്നില്ലെങ്കിൽ കൂടുതൽ വേഴ്സന്റ് സിറ്റുവേഷൻസിലേക്ക് കാര്യങ്ങൾ പോകും. തീർച്ചയാണത് അല്ലെ. ഒരു ഹോസ്പിറ്റലിലേക്ക് എത്ര എമർജൻസിയിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത് അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടേക്കായിരിക്കും സ്വാഭാവികമായിട്ടും ഓരോ പേഷ്യൻസിനെയും എളുപ്പം എത്തിക്കുക.
അല്ലെ? ദൂരെ അന്നേരം നമ്മളിപ്പോ ചില രോഗങ്ങൾക്ക് നമ്മളിങ്ങനെ വിചാരിച്ചു അവിടെ അത്ര പോരാ, നമ്മൾ കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ അത്തരം കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് നല്ല രീതിയിലുള്ള നഴ്സിംഗും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കൺസൾട്ടിങ്ങും ഒക്കെ സാധ്യമാകുന്ന ഹോസ്പിറ്റൽ നമ്മൾ എന്താ പറയാ ചോദിച്ചോ ആരോടെങ്കിലും അന്വേഷിച്ചോ അല്ലെങ്കിൽ ആരുടെങ്കിലും റെക്കമെൻഡേഷൻസ് വഴിയൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് പോകും. പക്ഷെ ഇത്തരം ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ അവിടെ ചൂസിങ്ങിനൊന്നും സാധ്യതകൾ വളരെ കുറവാണ്. ബിക്കോസ് അവിടെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് ആളുടെ ലൈഫിനെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ആ ഒരു എയിം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോ ആ അടുത്തുള്ള ഹോസ്പിറ്റൽസിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം ഉണ്ടായില്ലെങ്കിൽ, പ്രിപ്പയർഡ് അല്ല എങ്കിൽ അല്ലെ, ഈ സിറ്റുവേഷൻ അതിനേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധ്യതയില്ല. അതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽസിൽ ഒരു നല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. ഓക്കെ, ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. വീണ്ടും ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് എന്തൊക്കെയാണ് എന്ന് വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് വീണ്ടും വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മൊബിലൈസേഷൻ എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്. ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു മാസ് എൻട്രി ഓഫ് പേഷ്യൻസ്, ഇത്തരം മാസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസിനെ കൊണ്ടുവരുമ്പോ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് എക്സ്റ്റൻഷൻ ഓഫ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഓർ എമർജൻസീസ് ഓർ ഓപ്പറേഷൻസ് എന്ന് പറയാം. അതായത് ഇതുപോലെ ഒത്തിരി ഒരു എന്താ ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ് എന്നാ പറഞ്ഞത്, ഒഴുക്ക്. ഇത്തരം അത്യാഹിതമായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ഒരു ഒഴുക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് പരമായിട്ട് എന്ന് വെച്ചാൽ എണ്ണങ്ങളുടെ അളവിന്റെ പരമായിട്ട് നമ്മൾ നോക്കുമ്പോ അവിടെ അവർ കൊടുക്കുന്ന ഹോസ്പിറ്റലിലെ സേവനങ്ങള്, അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, ഹോസ്പിറ്റലിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങള്, ഇതെല്ലാം നോർമലിൽ നിന്നും കുറച്ച് എക്സ്റ്റെൻഡ്, അങ്ങനെ പറഞ്ഞ സെന്റൻസ് മനസ്സിലായോ? സാധാരണഗതിയിൽ നിന്നും കുറച്ച് കൂടുന്നു. സാധാരണ പേഷ്യൻസ് ഒക്കെ വരുന്നതും അവിടെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു ഹോസ്പിറ്റലിന്റെ സാധാരണ റുട്ടീനിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യും, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ബിക്കോസ് ഇങ്ങനെ ഒരു ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസ് ഡ്യൂ ടു ഡിസാസ്റ്ററിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇത്തരം പേഷ്യൻസിന്റെ ഒഴുക്ക് അവിടെ കൊടുക്കുന്ന സേവനങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ് ആ സെന്റൻസിന്റെ മീനിങ്. ആർക്കെങ്കിലും ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാവുന്നുണ്ടോ? Mobilization of hospital services for a mass emergency is only a quantitative measure or extension of normal hospital operations and emergencies. സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് അവിടുത്തെ എമർജൻസീസിന്റെ ഒക്കെ അളവിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും ഇത്തരം ഡിസാസ്റ്ററുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സേവനം പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൂടുതൽ ആളുകൾ വേണം. അതിനുവേണ്ടി എവറി ഹോസ്പിറ്റൽ ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഗിവ് സച്ച് എമർജൻസി treatment to this mass casualties and also should have a proper disaster plan. അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എമർജൻസി സിറ്റുവേഷൻസിൽ എത്ര പേഷ്യൻസിനെ കൊണ്ടുവരുന്നാലും വി ക്യാൻ ഹാൻഡിൽ, ഞങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഓരോ ഹോസ്പിറ്റൽസും പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ മതി. മാത്രമല്ല ഒരു നല്ല ഒരു ഡിസാസ്റ്റർ പ്ലാനും അവർക്ക് ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതെ മരിക്കാൻ ഉള്ളവര് ഒഴികെ നമുക്കറിയാം ഒരു 4th കാറ്റഗറിയിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ട് ഇനി യാതൊരു രീതിയിലും എന്താ പറയാ അവരെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലാസ്റ്റ് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം, അവിടെ പറ്റില്ല. പക്ഷെ ഒരു കാറ്റഗറി 1ലുള്ള ആളുകളെ ഒരാളുടെ പോലും ജീവൻ എന്താ പറയാ നഷ്ടപ്പെടാതെ നമുക്ക് അവരെ തിരിച്ച് ജീവനിലേക്ക് സർവൈവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്നാണ് പറയാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഷുഡ് ബി അലേർട്ട്. അവരെന്തായിരിക്കണം, അലേർട്ട് ആയിരിക്കും. ഓരോ ഡിസാസ്റ്ററിനെയും പ്രതിരോധിക്കാൻ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവർ പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ ഷുഡ് നോ അബൌട്ട് ദ ഡിസാസ്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽസിന് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഡിസാസ്റ്ററുകൾ, ദുരന്തങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമുക്ക് ഉണ്ടാകാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് പോലെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, അതല്ലാതെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഹോസ്പിറ്റൽസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഡിഫറെന്റ് ഹോസ്പിറ്റൽസ് ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ 3 types ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. എല്ലാ ഹോസ്പിറ്റൽസും അവരുടെ പ്രത്യേക മേഖലയിൽ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഡിസാസ്റ്റർ ഒന്നും ഉണ്ടാവില്ല, അത് ഏതൊക്കെയോ നാട്ടിലെ നടക്കണേ എന്ന് ഞങ്ങൾ പണ്ട് വിചാരിച്ചു. എന്താ പറയാ
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള കാർഡിലൊക്കെ ഇങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ എഴുതിയിട്ട് അവർക്കൊന്നുമില്ല, വീടില്ല, അതുപോലെ തന്നെ അവർക്ക് ഡ്രസ് ഇല്ല മാറിയിടാനായിട്ട്, ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ വെള്ളമൊക്കെ പൊങ്ങി കൊടുക്കുന്നുണ്ട്, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, സോ ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം, നിങ്ങളുടെ സഹായം വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായ രീതിയിൽ അങ്ങനെ തുണിയായിട്ടും അതുപോലെ എന്താ പറയാ പൈസയായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് എന്താണെന്നറിയോ, വിചാരിച്ച ഇതൊക്കെ എത്രയോ നാട്ടിൽ നടക്കുന്ന ഡിസാസ്റ്ററുകളാണ്, നമ്മളുടെ നാടിനെ ഇത്തരം ഡിസാസ്റ്റർ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ അത് എപ്പോഴും 2018 വരെ ഞങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഓഗസ്റ്റ് 15-ാം തീയതി വരെ. ബിക്കോസ് അന്ന് നമ്മൾ അറിഞ്ഞു ഇല്ല നമുക്കും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരും. അപ്പൊ നമ്മൾ ഏത് സമയവും അങ്ങനെ അലർട്ട് ആയിട്ടിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽസും എപ്പോഴും റെഡി ആയിട്ടിരിക്കണം to face 3 kinds of disasters. 3 രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സിനെ ഫേസ് ചെയ്യാൻ എപ്പോഴും റെഡി ആയിരിക്കണം. അത് ഏതൊക്കെയാണ്? ഇന്റേണൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ, അതായത് വിത്തിൻ ദ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ചിലപ്പോ എന്തെങ്കിലും എക്സ്പ്ലോഷൻസ്, എന്തെങ്കിലും സ്ഫോടനം, അല്ലെങ്കിൽ ഫയർ ഒക്കെ ചെയ്തു വലിയൊരു തീപിടുത്തമൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇന്റേണൽ, അതായത് ഹോസ്പിറ്റലിനകത്ത് ഉണ്ടാകുന്ന ഒരു ഡിസാസ്റ്റർ. സെക്കൻഡ് വൺ ഈസ് ദ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ലൈക്ക് ഹരിക്കെയിൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ഫ്ലഡ്, വെള്ളപ്പൊക്കം, എർത്ത്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ്, അതായത് എന്താ പറയാ ഈ ഗതാഗതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ ആക്സിഡന്റുകൾ അല്ലെ. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആണ് എക്സ്റ്റേണൽ, പുറത്താണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിനകത്തുള്ളത്, അവിടെ ഉണ്ടാകുന്ന എക്സ്പ്ലോഷൻസോ അവിടുത്തെ തീപിടുത്തമോ ഒക്കെ ആയിരിക്കാം. അതാണ് ഫസ്റ്റ് ഇന്റേണൽ എന്ന് പറയുന്ന ഡിസാസ്റ്റർ. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ അത് നമ്മുടെ നേച്ചറിൽ നിന്നുണ്ടാകുന്ന ഫ്ലഡ്, എർത്ത്, ഹരിക്കെയിൻ, ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ്, അങ്ങനെയൊക്കെ ഉണ്ടാകും, പുറത്താണ്, ഹോസ്പിറ്റലിന്റെ പുറത്താണ്. ആൻഡ് തേർഡ് വീണ്ടും പറയുന്നുണ്ട് ഒരു ഫോഴ്സ്ഡ് ഡിസാസ്റ്റർ ആണ്, അതായത് മുൻകൂട്ടി പറയുന്ന ഒരു ഡിസാസ്റ്റർ. അതായത് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്യും, അപ്പൊ നിങ്ങൾ അലേർട്ട് ആയിട്ടിരിക്കണം എന്ന് വെച്ചാൽ ഒരു ചിലപ്പോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് മേ ബി ബ്രോട്ട് ടു ദിസ് ഹോസ്പിറ്റൽ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്. ചിലപ്പോൾ അവിടെ അവർക്ക് കൊടുക്കാനുള്ള ട്രീറ്റ്മെന്റ്, കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് കുറച്ചധികം പേഷ്യൻസിനെ. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഓക്കർ ചെയ്തു, സോ വി കനോട്ട് അഫോർഡ് ഓർ വി കനോട്ട് ഓക്യുപൈ ഓൾ ദീസ് പേഷ്യൻസ്, സോ യു ഹാവ് ടു ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്തുകൊണ്ടുള്ള ഡിസാസ്റ്ററിനെയാണ് നമ്മൾ ഫോർ വാണ്ട് ഡിസാസ്റ്റർ, മുന്നറിയിപ്പോട് കൂടി വന്നിരിക്കുന്ന ദുരന്തം. മനസ്സിലായോ? അങ്ങനെ 3 രീതിയിലും ഹോസ്പിറ്റലിൽ അലേർട്ട് ആയിരിക്കണം ഈ 3 ദുരന്തത്തെയും ഫേസ് ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? ആ 3 ഏതൊക്കെയാ? ഇന്റേണൽ ഡിസാസ്റ്റർ വിച്ച് occur inside the hospital such as explosions and fire, mass fire ഒക്കെ occur ചെയ്തതുകൊണ്ട്. Okay. Second is external disaster, that is for example hurricane, flood, earthquake, transportation accidents. And the third one is forewarned disaster, മുന്നറിയിപ്പോട് കൂടി, സൂചനയോട് കൂടി തരുന്ന ഡിസാസ്റ്റർ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് എന്താ പറയാ വലിയ ദുരന്തം നടന്നു, അപ്പൊ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ അത്രയും വലിയൊരു ഹോസ്പിറ്റൽ അല്ലാത്തതുകൊണ്ട് സൗകര്യങ്ങളുടെ കുറവ്, ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഡോക്ടേഴ്സിന്റെ കുറവ്, നഴ്സിംഗ് രീതിയിലുള്ള അതിന്റെ കുറവ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ച് എന്താ പറയാ കുറച്ചുകൂടി എന്താ പറയാ അധികം സീരിയസ് അല്ലാത്ത ആളുകളൊക്കെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അങ്ങനെ അന്നേരം ഡോക്ടർക്ക് സൗകര്യം ഉണ്ടോന്നും വിളിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ഇത് വരുന്നുണ്ട് എന്നൊരു വാർണിംഗ് ആണ് കൊടുക്കുന്നത്, അവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് എന്താണ് ഇവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അലേർട്ട് ആയിരിക്കും. അപ്പൊ 3 ടൈപ്സ് ആണ് ഏത് നമ്മളുടെ ഹോസ്പിറ്റൽസിൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അലേർട്ട് ആയിരിക്കേണ്ട രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ്. ക്ലിയർ ആയോ? അത്രയും വായിച്ചോക്ക്. ആ ഒരു 2 പാരഗ്രാഫാണ് പറഞ്ഞത്, വേഗം വായിച്ചോക്ക. ഫോർവാണ്ട് എന്നുള്ളതിന്റെ മീനിങ് വേണമെങ്കിൽ നമ്മൾ എഴുതി വെച്ചേക്കാം, മുൻകൂട്ടി ഇൻഫോം ചെയ്ത അല്ലെങ്കിൽ മുന്നറിയിപ്പോടെ വന്ന ദുരന്തം. മുന്നറിയിപ്പോട് വന്ന ദുരന്തം എന്ന് പറയുമ്പോൾ ഫ്ലഡ് വരാൻ പോകുന്നു അല്ലെങ്കിൽ എർത്ത് വരാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പല്ല ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. such as the receipt of large number of patients from some other hospitals, മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ഒരവസ്ഥ, അത് വരുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ്. അതാണ് അത്തരം തേർഡ് കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ 3ാമത്തെ രീതിയിലുള്ള അലേർട്ട് പ്ലാൻ ചെയ്യേണ്ടത്.
ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പൊ അടുത്തത് എന്താ ഇനി? സോ ദേ ഹാവ് ടു മേക്ക് സം പ്ലാനിങ്. അപ്പൊ ഹോസ്പിറ്റൽസ് ഈ പറയുന്ന ഇന്റേണൽ എക്സ്റ്റേണൽ ഫോർവാർഡ് ഡിസാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എപ്പോഴും അലേർട്ടായിട്ട് ഒരുങ്ങിയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ ഈ പ്ലാനിങ്ങില് ഇങ്ങനെ അവര് പ്ലാൻ ചെയ്ത് അലേർട്ട് ആയിട്ട് ഇരിക്കുമ്പോ വെറുതെ പേഷ്യൻസ് വരുന്നുണ്ടോ എന്ന് നോക്കി, അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി വെറുതെ അങ്ങനെ മാത്രം അലേർട്ട് ആയിട്ട് ഇരുന്നാൽ പോരാ. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടി വേണം. അതിനുവേണ്ടി പറയുന്നതാണ് അതിനകത്ത് പ്ലാനിങ്ങിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ദേ ഹാവ് ടു മേക്ക് സം കൺസൾട്ടേഷൻസ്, അല്ലെങ്കിൽ ദേ ഹാവ് ടു മേക്ക് സം റിലേഷൻസ്. അതായത് ഇങ്ങനെയുള്ള ഡിസാസ്റ്ററുകൾ ഒക്കർ ചെയ്യുമ്പോ അവിടെ നമ്മൾ പെട്ടെന്ന് ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂടി പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ആരൊക്കെ പെടും? ലോക്കൽ ആയിട്ടുള്ള സിവിൽ അതോറിറ്റീസ് പെടും, അല്ലെ? സാമൂഹികമായിട്ട് ഗവൺമെന്റിന്റെ കീഴിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ഗവൺമെന്റിന്റെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ആശാ വർക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ഗവൺമെന്റ് സേവനങ്ങളൊക്കെ ഉപയോഗം അല്ലെങ്കിൽ ചെയ്യുന്ന ചില ആൾക്കാര്, ഫയർ ബ്രിഗേഡ്, അതായത് ഫയർ കെടുത്തുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ, ആ ഒരു വിഭാഗം, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം, പോലീസുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം, സിവിൽ ഡിഫൻസ് വാർഡൻ, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഏജൻസീസ്. ആരെയൊക്കെ നമുക്ക് ആ ഒരു ഡിസാസ്റ്ററിന്റെ ആധിക്യം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് കുറയ്ക്കാൻ പറ്റുമോ, സോ ആരെയൊക്കെ ആയിട്ട് ബന്ധപ്പെടാം. അന്നേരം നമുക്ക് മറ്റൊന്നും നോക്കിക്കാൻ പറ്റില്ല. ഇപ്പൊ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യില്ല, മുന്നോട്ട് ചർച്ച. ഇപ്പൊ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണ്. ഇപ്പൊ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമില്ല, അല്ലെ? പിള്ളേർ തമ്മിലോ യുവാക്കന്മാർ തമ്മിലോ വലിയ എന്തെങ്കിലും പ്രശ്നം, പക്ഷെ അതിനകത്തേക്ക് നമ്മൾ ചെന്ന് കയറി കൊടുക്കില്ല. കാരണം എന്താണെന്ന് പേടിയാണ്. കാരണം അവിടെ അതിന്റെ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ ഓർത്തിട്ട് നമ്മൾ അതിനകത്ത് ചെല്ലില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് നേരിട്ട് എൻഗേജ്ഡ് ആകില്ല, അല്ലെ? ചിലപ്പോൾ നോക്കിന്ന് കാണും എന്നുള്ളതൊക്കെ അല്ലാതെ അതിനകത്തേക്ക് കയറി ഇടപെടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത് അവരുടെ കാര്യങ്ങളാണ്. നമ്മൾ ആരാണ്? ഹു ആർ യു ടു എൻഗേജ് ഇൻ ദിസ് എന്നൊക്കെ പറഞ്ഞൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരിച്ചിരി പേടിയും ഭയമൊക്കെ ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ട്. പണ്ടൊക്കെ അങ്ങനെയല്ല. എന്തെങ്കിലും പ്രശ്നമായ ആളുകൾ എല്ലാവരും കൂടി സംഘടിക്കും, അല്ലെ? ആ ഒരു പ്രശ്നത്തെ എങ്ങനെയൊക്കെ ഒതുക്കാൻ പറ്റും. ഇവൻ നമ്മൾ പറയാം, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനൊക്കെ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ചിലപ്പോ അയൽവക്കത്തുള്ളവരോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ ചിലപ്പോൾ ബന്ധപ്പെടും. ഇന്ന് അതിനൊന്നും ആരും വരില്ല. ബിക്കോസ് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങള് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ പക്ഷെ ഇതുപോലുള്ള ഡിസാസ്റ്ററുകളൊക്കെ സംഭവിക്കുമ്പോ ആരെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം? അവിടെ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഇവരുടെയൊക്കെ സഹായം ആവശ്യം വരും, അല്ലെ? സോഷ്യൽ വർക്കേഴ്സ്, യുവാക്കന്മാരുടെ, ഞാൻ പറയാം വീണ്ടും ഒന്നുകൂടി അതിന് ഉദാഹരണം പറയാം. നമ്മളിവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്ന് കിടന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ തന്നെ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പൊങ്ങി കിടക്കാണ്. നമ്മൾ 2 നിലയുടെയൊക്കെ പൊക്കത്തിലെ സ്കൂളുകളിലൊക്കെ ക്യാമ്പ് ചെയ്തു. പക്ഷെ ആ ക്യാമ്പിങ്ങും ശരിയായ രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള രീതി അല്ല എന്ന് മനസ്സിലാക്കി കുറെ ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് വീണ്ടും ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് എങ്ങനെയൊക്കെയാ ഭയങ്കര റിസ്ക് പിടിച്ച ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടി വന്നു. അതായത് ഇത്രയും 2 നിലയുടെ പൊക്കത്തിലാണെന്ന് വിചാരിക്കണം, അല്ലെ? നമുക്കറിയാം സ്കൂളുകളൊക്കെ ആകുമ്പോൾ അവിടെ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയാ പൊക്കിയൊക്കെ കെട്ടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ സാധനമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ എത്തി നോക്കുമ്പോൾ മറിഞ്ഞു വീഴാതിരിക്കണം. അപ്പൊ 2 നിലയുടെ ഒക്കെ പൊക്കത്തില്ലേ നമ്മൾ സാധാരണ എന്താ പറയാ ഇത് സാധനം കെട്ടി വെക്കുമല്ലോ, അങ്ങനെയൊക്കെ പണിതിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ 2 നിലയുടെ പൊക്കത്തിൽ നിന്ന് താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന എന്ന് പറയാം നമുക്ക് വെള്ളത്തില് ഒന്നാമത്തെ നിലയുടെ അറ്റത്ത് നിൽക്കുന്ന വഞ്ചിയിലേക്കോ ബോട്ടിലേക്കോ, വഞ്ചി, ബോട്ട്, പിന്നെ ഈ സോൾജിയേഴ്സിന്റെ പട്ടണക്കാരുടെ തരത്തിലുള്ള വീർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബോട്ടാണ്. അതിനകത്ത് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ആ സാധനത്തിലേക്കൊക്കെ നമ്മള് ഈ പൊക്കത്തിന്ന് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല ചാടണമെന്ന്. നമ്മളിപ്പോ ഇവിടെ പൊക്കത്തിൽ കയറിയിട്ട് ഒന്ന് ചാടി, അല്ലെങ്കിൽ അതിനകത്തേക്ക് കൂടി ഒന്ന് ആ മോളിൽ കൂടി ഇതിൽ കൂടി താഴേന്ന് മോളിൽ കയറിയിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എത്തുന്ന ഒരാളോട് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചെയ്യില്ല. ബിക്കോസ് നമുക്ക് പേടിയാണ്. അയ്യോ പൊക്ക മുകളിലേക്കൊക്കെ ഹൈറ്റ് പേടിയാണ് എനിക്ക്, അല്ലെ? അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള അസുഖമുള്ളതുകൊണ്ട് എനിക്ക് ഹൈറ്റ് കയറാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എന്ത് ചെയ്യും? ഗതി കെട്ടാ പുല്ലും തിന്നും എന്ന് പറഞ്ഞ മട്ടാണ് എന്ത് ചെയ്തു? ആ മോളിൽ കൂടി ചാടി കയറി. നമുക്കറിയാലോ, നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ അറിയാം ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ അറിയില്ല, എന്തൊക്കെ ഒരു ധൈര്യം വന്നു മോളിൽ കൂടി കയറി താഴെ സൺഷെയ്ഡിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് താഴേക്ക് ബോട്ടിലോ എന്ത് സാധനങ്ങളൊന്നും ഒന്നേരം കാണാൻ പറ്റില്ല. ഈ പറയുന്ന എന്താ പറയാ എയർ ഇത് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു സാധനത്തിൽ നമ്മൾ ചാടി ഇറങ്ങി.
അറിയില്ല 6-7 പേരൊക്കെ ഇങ്ങനെ കയറിയിട്ടാണ് 7 പേർക്ക് എനിക്ക് തോന്നുന്നത് അതിനകത്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോയി ഒരു സ്ഥലം വരെ പോകുന്ന വഴിക്കൊക്കെ നോക്കുമ്പോ എന്താ ഒരു വീടിനെയും കാണുന്നില്ല. ഒരു നിലയുള്ള വീടൊന്നും കാണാനേ ഇല്ല. പിന്നെ 2 നിലയുടെ 2ാമത്തെ നില കാണാം. ചിലതൊക്കെ ആ മേൽക്കൂര ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം. ഇത്രയും മാത്രമേ ഉള്ളൂ. കടലിൽ കൂടി യാത്ര ചെയ്യുന്നത് ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം മൊത്തം എവിടെയും കാണുന്നില്ലല്ലോ, ഒന്നും മരവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ആ ഒരു ഇതിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ആര് വന്നു നമുക്ക് ഹെൽപ്പിന്? ഒത്തിരി മത്സ്യത്തൊഴിലാളികൾ എവിടെയും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവർക്ക് നീന്തൽ അറിയാം, അവർക്ക് വഞ്ചിയുണ്ട്, ബോട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് വന്നത് അല്ലെ. അപ്പൊ അവര് നമ്മളെ സഹായിക്കാനായിട്ട് വന്നു. അപ്പൊ അവർക്ക് വല്ല കാര്യമുണ്ടോ ഇത്രയും റിസ്ക് എടുത്ത് ഇത്ര ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ? അപ്പൊ അവര് നോക്കി നിൽക്കുകയല്ല ചെയ്തത്. അപ്പൊ ആരൊക്കെയാണ് അവിടെ രക്ഷിക്കാനായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തണം. മനസ്സിലായോ? ഈ ഡിസാസ്റ്ററിന്റെ പ്ലാനിങ്ങിൽ ഇത്തരം ലോക്കലായിട്ടുള്ള ആളുകളെയും ഉൾപ്പെടുത്തേണ്ടത് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ അത്തരം പ്ലാനിങ് ഉണ്ടെങ്കിൽ ഡിസാസ്റ്റർ സൈറ്റില് ഒരുപാട് ട്രയേജ് നമുക്ക് സോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ പേഷ്യൻസിനെ ഓരോ സ്ഥലങ്ങളിലേക്കോ ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്കോ ഒക്കെ മാറ്റാനും ഹോസ്പിറ്റൽസിലേക്ക് മാറ്റാനും and also they can make use of efficient use of available facilities and resources. ഓരോ ഹോസ്പിറ്റലിലും ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മാക്സിമം ഉപയോഗപ്പെടുത്തി അതിനൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന ആളുകളെയൊക്കെ ജീവൻ രക്ഷിക്കാനൊക്കെ പറ്റും അല്ലെ. പരമാവധി ഇപ്പൊ വാഹനം തരാൻ ആൾക്കാരുണ്ട്. അപ്പൊ പെട്ടെന്ന് ആ ഡിസാസ്റ്റർ നടക്കുന്ന സ്ഥലത്തുനിന്ന് ചിലർ പറയാണ് നമ്മുടെ വണ്ടി കൊണ്ടുപോകണ്ട, അവിടെ അങ്ങനെ എല്ലാം കത്തിക്കുത്താണ് അല്ലെങ്കിൽ അതാണ്. അതിലേക്കൊന്നും ആളുകൾ എടുക്കില്ല. ബിക്കോസ് അത് ദുരന്തമാണ്. ആർക്ക് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുക അതിന് മാൻമെയ്ഡ് ആയിട്ടുള്ള ദുരന്തമാണ്. അവിടെ ചിലപ്പോൾ ആളുകൾ വണ്ടി വിട്ട് കൊടുക്കാനോ അവിടെ തയ്യാറാവില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ വണ്ടി കിടക്കുന്നുണ്ട്, ആ വണ്ടി ഒന്ന് തരൂ, ഇങ്ങനൊരു എന്താ നടത്താണ്, എന്റെ വീട്ടിൽ ഇന്നൊരു അപകടം ഉണ്ടായി, ഇന്ന ആൾ ഇന്ന ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വണ്ടി വെച്ച് നമുക്ക് കൊടുക്കും. കാരണം ആരുടെ വണ്ടിയിലെ കൊണ്ടുവന്ന ആളെ ആ വണ്ടിക്കാരൻ അന്വേഷിക്കും. ആ വണ്ടിക്കാരനെ ഉത്തരം പറയണം. നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞേ? ചോദ്യങ്ങളുടെ ശൈലിയൊക്കെ കൊണ്ട് മാറും അല്ലെ. അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് ആരും ചെയ്യില്ല. പക്ഷെ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ റെഡിയാണ്. ബിക്കോസ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് ആ പ്ലാനിങ്ങിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതിനുള്ള പ്ലാനിങ് കൃത്യമായിട്ട് ട്രയൽസിൽ ചെയ്യണം ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. വായിച്ചു നോക്കിയേ. അപ്പൊ ആരൊക്കെയാണ് ഇവര് ആ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ലൈസൺ മീൻസ് റിലേഷൻ എന്നാണ് കേട്ടോ, ബന്ധം. ലൈസൺ LIASON ഒരു അതിന്റെ ഇടയിൽ പെട്ടെന്ന് അത് വേണ്ട. LIASON കേട്ടോ. ഒരു അതിന്റെ കൂടി കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്, അതില്ല. Okay, there should be some relation or consultation with all local civil authorities such as local civil authorities എന്ന് പറയുമ്പോൾ അവിടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഗവൺമെന്റ് സർവീസസ് ചെയ്യുന്ന ആളുകൾ അതിനകത്ത് വരുന്നവരാണ്. ഫയർ ബ്രിഗേഡ്, പോലീസ്, ഡിഫൻസ് വാർഡൻ ഒക്കെ. ഓക്കെ, ആ ഏജൻസീസിനൊക്കെ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുക. വായിച്ചു നോക്കാം. Yes. അടുത്തത് ഫോമിംഗ് എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. നമുക്കറിയാം എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും കമ്മിറ്റി. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും, ഉത്സവ കമ്മിറ്റി എന്ന് പറയും അല്ലെ. പള്ളി പെരുന്നാൾ നടക്കുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. പെരുന്നാളുകളൊക്കെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഓരോ ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം കൂടി ഒരാൾ ചെയ്യുന്നതിനേക്കാൾ പലവർക്കായിട്ട് പല റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? അത് കറക്റ്റ് ആയിട്ട് നടത്താൻ പറ്റും. ഒരാളിലേക്ക് ആ ഒരു ഫുൾ ബർഡൻ അങ്ങോട്ട് വരില്ല അല്ലെ. എല്ലാത്തിന്റെയും കൂടി ഒരു ചുമതല ഒരാളുടെ ലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? അപ്പൊ ആളും ആകെ അവശതയാകും. അല്ലെങ്കിൽ അവർക്ക് എല്ലാം കൂടി ഒരു തന്റെ എന്താ പറയാ മനസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ആലോചിച്ചിരിക്കുക, ടെൻസ് ആകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു കമ്മിറ്റി ഒക്കെ ഫോം ചെയ്യുന്നതിനും ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഒരു ഡിസാസ്റ്ററിന് വേണ്ടിയിട്ടും ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓൾസോ എ കമ്മിറ്റി, അതിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. അതായത് ഡിസാസ്റ്ററിന്റെ പ്ലാനിങ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് നമ്മൾ ഡിസാസ്റ്ററിൽ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത്തരം ദുരന്തങ്ങൾ ഓരോ ലോക്കൽ ഏരിയയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ. സോ ദേ ഹാവ് ടു എക്സിക്യൂട്ട്. ഈ ഒരു കമ്മിറ്റിയാണ് ആ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കേണ്ടത്. ഓക്കെ, അത് പ്രാവർത്തികമായി പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാനുള്ള
റെസ്പോൺസിബിലിറ്റി ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് അവരാരൊക്കെയായിരിക്കും? ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നമ്മളാണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് നമ്മൾ. അപ്പൊ അതിനകത്ത് ഉണ്ടാവുന്ന ആ കമ്മിറ്റിയിൽ ഓക്കെ ഹെഡ് ഓഫ് ദ ക്ലിനിക്കലായിട്ട് നടത്തുന്ന യൂണിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഹെഡുകൾ എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻക്ലൂഡിങ് ഓപ്പറേഷൻ തിയേറ്റേഴ്സും അതുപോലെ തന്നെ കാഷ്വാലിറ്റി, പിന്നെന്താണ് മെയ്ട്രൺ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ മെയ്ട്രൺ, പിന്നെ ഓഫീസേഴ്സ് ഇൻ ചാർജ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് ഹോസ്പിറ്റൽസിലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിലെ ഓഫീസർ, ആംബുലൻസും സർവീസും ഒക്കെ ഉൾപ്പെടും. സപ്ലൈ, സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, എന്തൊക്കെ സാധനങ്ങൾ സപ്ലൈ ചെയ്യണം, എന്തൊക്കെ സുരക്ഷിതത്വം കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ഓഫീസേഴ്സ് ഇൻചാർജുകളൊക്കെ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കണം. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേ രീതിയിൽ നടപ്പിലാക്കേണ്ടത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ വേഗം. സെക്കൻഡ്. യെസ്, അപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അത് സോറി, ഓഫീസിൽ നിന്നാണ് ഇവിടുത്തെ തന്നെ സംശയം എന്നൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. സോറി. ഓക്കെ, ഇനി അടുത്തത് എന്താ? പ്രിപ്പയറിംഗ് എ ഡിസാസ്റ്റർ പ്ലാൻ ആണ്. അപ്പൊ ഡിസാസ്റ്റർ പ്ലാൻ ചെയ്താൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് കാര്യങ്ങളാണ് അതിനുവേണ്ടി കമ്മിറ്റി. എന്നാൽ ഡിസാസ്റ്ററിന് വേണ്ടി എന്തൊക്കെ പ്ലാനിങ്ങുകൾ നമ്മൾ മുൻകൂട്ടി ചെയ്യണം. കാരണം ഈ ഡിസാസ്റ്റർ പ്ലാനിങ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്കാർക്ക് ഏതൊരു സിറ്റുവേഷൻ, ഹോസ്പിറ്റലിൽ എന്ത് തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാലും അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം, അസസ് ചെയ്യണം അല്ലെ. എങ്ങനെയാണ് നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവിടുത്തെ ഹോസ്പിറ്റലിന്റെ സ്ഥിതി മനസ്സിലാക്കണം. അതിന് അവരുടെ എന്ന് വെച്ചാൽ അവരുടെ സ്ട്രെങ്ത്, എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്. മാസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ് വന്നാൽ അവർക്ക് അതിനെ എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റൂ, അതിന്റെ സ്ട്രെങ്ത് അറിയണം, വീക്ക്നെസ്സും അറിയണം.
നമ്മുടെ ആരോഗ്യം മാത്രമല്ല അനാരോഗ്യം അറിയണം, നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് അതും അറിയണം. ഓക്കെ, മാത്രമല്ല അവിടെ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്, ഒരു ഡിസാസ്റ്റർ പ്ലാൻ, ഇതുപോലെ തന്നെ ഇത്തരം ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ മാസ് ഓഫ് പേഷ്യൻസ് ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ടോ, അവരുടെ പോരായ്മകൾ എന്താണ്, അവരുടെ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ അസസ് ചെയ്യേണ്ടത് ഈ ഒരു കമ്മിറ്റിയാണ്. ആ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ they have to plan for the disaster. അത് അസസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും എത്ര വെൽ സ്ട്രെങ്തൻഡ് ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാ റിസോഴ്സസും ഉണ്ട്. എത്ര ഒരു 10-100 പേര് അല്ലെങ്കിൽ 150 പേര് എന്താ പറയാ വളരെ ഇമ്മീഡിയറ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒരു ഡിസാസ്റ്ററിൽ നിന്നും കൊണ്ടുവരികയാണെങ്കിൽ അവരെ നമുക്ക് 150 പേരേക്ക് അഫോർഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് അവർക്ക് വളരെയധികം നല്ല ബോധ്യം ഉണ്ടെങ്കിൽ അവർ സ്ട്രെങ്തൻഡ് ആണെന്ന് പറയാം അല്ലെ. പക്ഷെ അത് പറ്റില്ല, കാരണം അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല. അപ്പൊ അവരുടെ വീക്ക്നെസ് അറിയണം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഡിസാസ്റ്ററിനെ ആ ഹോസ്പിറ്റലിന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ ഹോസ്പിറ്റലിനും അവരുടേതായ രീതിയിലുള്ള പ്ലാനിങ് നടത്താൻ പറ്റുള്ളൂ. പോരായ്മകൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ തന്നെയാണല്ലോ എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാ. നമ്മളിപ്പോ ഒരു കാര്യം പഠിക്കുന്നു, അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പൊ സെറ്റ് ചെയ്യുമ്പോ ചില കുട്ടികൾ ഒരു 2 ദിവസം ഇന്നൊരു സബ്ജക്ട് പഠിക്കാൻ, ഇന്ന ഇത്ര പാർട്ട് ഞാൻ പഠിക്കാൻ 2 ദിവസം മാറ്റി വെച്ചിട്ടുണ്ട്. അത് അതേ 2 ദിവസം തന്നെ പറ്റില്ലായിരിക്കും ചിലപ്പോ ചില ആളുകൾക്ക്. അവർക്ക് ചിലപ്പോൾ 4 ദിവസം എടുക്കും. ബിക്കോസ് അത് നമ്മളുടെ കേപ്പബിലിറ്റിയും ഇൻകേപ്പബിലിറ്റിയും നോക്കിയിട്ടാണ്. നമ്മളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ പവർ, നമ്മുടെ ഇന്റലിജൻസ്, അതും നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, നമുക്ക് പോരായ്മയുണ്ട്, ഇല്ല എനിക്കിത് പറ്റില്ല കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്, അപ്പൊ ഇതിന് മാത്രം പറ്റില്ല, അപ്പൊ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം വേണ്ടി വരും. അപ്പൊ 4 ദിവസമായിരിക്കും ചിലപ്പോൾ എനിക്ക് വേണ്ടി വരാം. ഓക്കെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാനായിട്ട് അവരുടേതായ ഒരു പ്ലാൻ അവര് സെറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള റിസോഴ്സസ് അവൈലബിൾ ആണോ, അവര് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഡിസാസ്റ്ററിന്റെ ഒരു പ്ലാനിങ്ങില് വേണ്ട എസെൻഷ്യൽസ്, അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിസോഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സപ്ലൈ ഓഫ് ഡ്രഗ്സ്, ഡ്രസ്സിംഗ് ആൻഡ് അതർ സ്റ്റോർസ് ആൻഡ് കൺസ്യൂമബിൾസ്. അതായത് ഹോസ്പിറ്റൽസിൽ എന്താ പറയാ എങ്ങനെയൊക്കെയാണ് അവിടെ ഡ്രഗ്സ്, മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ മെഡിസിൻസ് മാത്രമല്ല, ഇവരെ നഴ്സ് ചെയ്യാൻ, അവരെ ഡ്രസ് ചെയ്യാൻ, ചിലപ്പോൾ മുറിവും ഇതൊക്കെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ നിർത്തണമെങ്കിൽ ഡ്രസ്സിങ് ചെയ്യണം, മരുന്ന് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കൺസ്യൂമബിൾസ്, ഈ പേഷ്യൻസിന് കൊടുക്കേണ്ട, അവർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും, അതിന്റെ ഒരു സോഴ്സ്. ചിലപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഫാർമസി എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചോ, പഠിച്ചതന്നെ നിങ്ങള് അല്ലെ. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സെന്റൻസ് അവിടെ ഉണ്ടായിരുന്നു, all hospitals cannot maintain each and every drugs which are used. അതായത് എല്ലാ തരത്തിലുള്ള മെഡിസിൻസും ഡ്രഗ്സും ഒരു ഹോസ്പിറ്റൽസിലും കൊണ്ടുവന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, എല്ലാ തരത്തിലുള്ള മരുന്നും പറ്റില്ല. കാരണം അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു എന്താ പറയാ കണക്കുകൾ എടുത്ത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത്, ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ട, അപ്പൊ അങ്ങനെയുള്ളതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത്തരം മെഡിസിൻസിനാണ് കൂടുതൽ അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എല്ലാ തരത്തിലുള്ള മെഡിസിൻസും സ്റ്റോർ ചെയ്യാൻ ഒരു ഹോസ്പിറ്റലിലും പറ്റില്ല. നമ്മളിപ്പോ എത്ര വലിയ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാലും പറ്റില്ല, ഇന്നത്തെ കാലത്ത് ഒട്ടും പറ്റില്ല. ബിക്കോസ് ഓരോ രോഗങ്ങൾ വരുന്നതിന്റെ വഴി പുതിയ രോഗങ്ങളാണ് ഓരോ ദിവസം ഉടലെടുത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എവിടെ നിന്ന് കിട്ടും? ഇവിടെ നമ്മളുടെ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റെവിടെ നിന്ന് നമുക്ക് അതിന്റെ സോഴ്സ് അറിഞ്ഞിരിക്കണം. അല്ലാതെ പേഷ്യൻസിനെ കൊണ്ട് ഇവിടെ കിടത്തി കഴിയുമ്പോഴല്ല എവിടെ നിന്ന് കിട്ടുമെന്നാവുമെന്ന് പറഞ്ഞ് പലയിടത്തേക്കും വിളിച്ചു ചോദിക്കുന്നത്, അങ്ങനെ പാടില്ല. നമുക്ക് ഒറ്റ കോളില് ആ റിസോഴ്സസ് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടും എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു കോൾ ചെയ്ത് അവരെ നമ്മളുടെ കയ്യില് നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ സോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. മെത്തേഡ് ഓഫ് ഐഡന്റിഫൈങ് പേഷ്യൻസ് ഹു ആർ ഇമ്മീഡിയറ്റ്ലി ഡിസ്ചാർജബിൾ. ഇനി മാത്രമല്ല, ഈ കൊണ്ടുവരുന്ന പേഷ്യൻസിൽ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്ന് വെച്ചാൽ പെട്ടെന്ന് അവരെ നോക്കി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ചിലപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഡിസ്ചാർജ് ചെയ്യണം. എന്നാൽ കൂടുതൽ അങ്ങനെ ചെയ്താൽ മാത്രമാണ്, മാനേജ് ചെയ്താൽ മാത്രമാണ് ഇനിയും കൂടുതൽ പേഷ്യൻസിന്റെ നില വഷളാവുകയാണെങ്കിൽ അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, അങ്ങനെയല്ലേ. അപ്പൊ ഏറ്റവും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിനെ ഐഡന്റിഫൈ
ഐഡന്റിഫൈ ചെയ്യുക. അതും ഡിസാസ്റ്റർ പ്ലാനിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. ഓക്കെ, കൺവേർഷൻ ഓഫ് ഓൾ യൂസബിൾ സ്പേസ് ടു പ്രൊവൈഡ് ട്രയേജ്, ഒബ്സർവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, നമ്മളെ പരിശോധിക്കാൻ ഒന്നില്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ മുറിയിൽ അവിടേക്കല്ലേ ഉണ്ടാവുള്ള സൗകര്യം. എന്നാൽ ഇത്തരം മാസ് ആളുകളെ കൊണ്ടുവരുമ്പോൾ, ഒരു കൂടുതൽ കൂട്ടം ആളുകളെ കൊണ്ടുവരുമ്പോൾ ഇവരെയൊക്കെ എവിടേക്ക് ഇരുത്തി അല്ലെങ്കിൽ എവിടേക്ക് നിർത്തി പരിശോധിക്കാം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാം, ട്രയേജ് കൊടുക്കാം, ഒബ്സർവ് ചെയ്യാം എന്നുള്ള ഏരിയാസ് അതിന് പല സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടി വരും. മനസ്സിലായോ? അയ്യോ, ഡോക്ടറിന്റെ മുറിയില് അവിടെ അത്രയും പേർക്കെ പറ്റുള്ളൂ, അതുകൊണ്ട് ഇനി അടുത്ത ആൾക്കാരെ നോക്കാൻ സമയമുണ്ട് എടുക്കാം, അങ്ങനെയൊക്കെ പറ്റില്ല അല്ലെ? അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാനും ട്രയേജ് കൊടുക്കാനും ഒബ്സർവേഷനും വേണ്ടി ഉപയോഗിക്കേണ്ടി വരും ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെ? നമുക്കറിയാം കൊറോണ വന്നു ഇല്ലേ? കൊറോണ വന്ന സമയങ്ങളിൽ ഹോസ്പിറ്റൽസിൽ പോയിട്ടുണ്ടാകുമല്ലോ. ഒരു മിക്ക ആളുകളും ടെസ്റ്റ് ചെയ്യാനെങ്കിലും പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്നില്ലായെങ്കിലും ഇടയ്ക്ക് ഇവര് പറയും നമ്മളോട് ടെസ്റ്റ് ചെയ്യുന്നൊക്കെ അല്ലെ? ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഒക്കെ പിള്ളേർ പഠിക്കാൻ പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ ഇതൊക്കെ പേടിച്ചിട്ട് വീട്ടിലുള്ളവരെയൊക്കെ കാണാൻ പറ്റും എന്നുള്ള പേടി കൊണ്ട് കുറെ ഒരു ഇച്ചിരിയൊക്കെ ആയമാർക്ക് എനിക്ക് വന്നവരുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവരെ വന്ന് അവരെവിടെ എവിടെയെങ്കിലും മാറ്റി ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്ത് ആ വീട്ടിലുള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽസിൽ പോയി. അങ്ങനെയൊക്കെ ചെന്നപ്പോ നമ്മൾ എന്ത് കാഴ്ച കണ്ടേ? ഹോസ്പിറ്റലിൽ ചെന്ന് ചീട്ടെടുത്ത് ഓരോരോ പേഷ്യൻസിന്റെ ഡോക്ടർമാര് അകത്ത് മുന്നിലേക്ക് പരിശോധിക്കുന്നതാണോ കണ്ടത്? അല്ല. അവിടെ ഇവിടെയൊക്കെ പോലെ ചെറിയ എക്സ്റ്റൻഷൻ പോലെയൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ ഇരുന്നു ആളുകളെ പരിശോധിക്കുന്നു, അവർക്ക് മരുന്ന് കൊടുക്കുന്നു അല്ലെ? അങ്ങനെ ചെയ്തു. അപ്പൊ അതും ഒരു ദുരന്തം തന്നെയായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഏരിയാസ് ഇതിന് ഒബ്സർവേഷനും ട്രീറ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. ഇൻട്രൊഡക്ഷൻ ഓർ യൂസ് ഓഫ് സ്പെഷ്യൽ ഡിസാസ്റ്റർ മെഡിക്കൽ റെക്കോർഡ് ഓർ മെഡിക്കൽ ടാഗ് ദാറ്റ് അക്കംപനീസ് ദ പേഷ്യന്റ് അറ്റ് ഓൾ ടൈംസ്. അതായത് ഓരോ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ടാഗുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ സ്പെഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആണ്. ഇനി ചിലപ്പോ ഈ ഹോസ്പിറ്റൽ അവർ ഇനി വീണ്ടും വരുമോന്നും നമുക്കറിയില്ല. പക്ഷേ ആ ഡിസാസ്റ്റർ ഒക്കെ ചെയ്തപ്പോ മറ്റുള്ളവർ കൊണ്ടുവന്നത് ഈ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള റെക്കോർഡിന്റെ ആവശ്യമില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നത് ആയതുകൊണ്ട് സ്പെഷ്യൽ മെഡിക്കൽ റെക്കോർഡ്, സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ ടാഗ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ എപ്പോ വേണമെങ്കിലും അവരെ ചെന്ന് പരിശോധിക്കാം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എഫിഷ്യന്റ് സിസ്റ്റം ഓഫ് നോട്ടിഫൈങ് ആൻഡ് അസൈനിങ് പേഴ്സണൽ ടു സ്പെസിഫൈഡ് ടാസ്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു എഫിഷ്യന്റ് സിസ്റ്റം, ഒരു നല്ല രീതിയിൽ ഒരു പ്രഗത്ഭമായ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ട്? നോട്ടിഫൈങ് ആൻഡ് അസൈനിങ് പേഴ്സണൽ, ഓരോ ജോലിയൊക്കെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്പെഷ്യലൈസ്ഡ് ടാസ്കുകൾ, ഇന്ന ജോലി, ഇപ്പൊ പേഷ്യൻസിനെ ദുരന്ത സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ജോലി കുറച്ചാളുകൾ, അങ്ങനെ കുറെ ആളുകൾക്ക് ആ തൊഴിൽ പോലെ അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കി അവർക്ക് വിഭജിച്ച് അസൈൻ ചെയ്തൊക്കെ കൊടുക്കുക. അവരുടെ എന്താ പറയാ ശ്രദ്ധയിലേക്ക് അത് കൊടുക്കുക. ഇനി ഇന്ന കാര്യം ചെയ്യണം, അവർക്ക് വേണ്ടി ഫുഡ് സപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളാണ്. അങ്ങനെ ഓരോരുത്തർക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്തരം ദുരന്ത സ്ഥലങ്ങളില് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഒരു യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് ഉണ്ടായിരിക്കും. യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏജൻസീസിനെ എന്തിനു വേണ്ടിയിട്ട് അലൗ ചെയ്യുക, അവരുടെ ഈ പറയുന്ന ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളിൽ അതിന്റെ എന്താ പറയാ ആ സ്ഥലവുമായി ബന്ധപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കാൻ ചില ഏജൻസികളെ കൂടിയിട്ട് എന്ത് ചെയ്യുക, ഉത്തരവാദിത്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനത്. അതായത് ഇപ്പൊ ചിലപ്പോൾ ചില ദുരന്തങ്ങൾ നടക്കുമ്പോൾ ആളുകൾ നമുക്ക് ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംശയമില്ലാതെ അങ്ങനെ ആ ഒരു ദുരന്ത മേഖലയിൽ ദുരന്ത സ്ഥലങ്ങളിലേക്ക് ചില ആളുകൾ, ചില ഏജൻസിനെ നിങ്ങൾ അവിടെ വരണം, അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ചിലപ്പോ ഇത്തരം ദുരന്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്ന ചില സ്കൂളുകളിലെ ടീച്ചേഴ്സിനെ അലോട്ട് ചെയ്യാം. അവർക്ക് അസൈൻ ചെയ്തു നിങ്ങൾ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ടോ ആ ഒരു പ്രത്യേക ഏരിയ ഒന്ന് സന്ദർശിച്ച് അവിടെ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും, അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു കമാൻഡ്, ഒരു യൂണിഫൈഡ് കമാൻഡ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ചിലപ്പോൾ അന്വേഷിക്കാനും അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി അത് അധികാരമുള്ളവരിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിലൊരു യൂണിഫൈഡ് കമാൻഡ് ഉണ്ടാക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അത് നോക്കി അനുസരിച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് പ്രോബബിൾ സെൽഫ് സസ്റ്റൈനിങ് എബിലിറ്റി ഇൻ ദാറ്റ് ഏരിയ. അതായത് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഓരോ ദുരന്ത സ്ഥലങ്ങളിൽ അവർക്ക് അത്യാവശ്യം അടിസ്ഥാനപരമായി ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്
അല്ലെ, വാഷ്റൂം ഉണ്ടാവില്ല, കാരണം മുഖത്ത് ചിലപ്പോൾ അതൊക്കെ നശിച്ച അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ചിലപ്പോൾ അവർക്ക് സാധ്യമാക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് വേണ്ട അത്യാവശ്യം ഒരു ദിവസത്തിൽ ഒരുമിച്ച് വെള്ളമെങ്കിലൊക്കെ കുടിക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ മിനിമം എന്താ പറയാ ഒരു ആഴ്ചത്തേക്ക് അവർക്ക് വേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. അതും ഡിസാസ്റ്റർ പ്ലാനിങ്ങില് മറ്റൊരു കാര്യമാണ്. മനസ്സിലായോ? അത്യാവശ്യം വേണ്ട കാര്യങ്ങള്, ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന സപ്ലൈസ്, സാധനങ്ങള്, ചിലപ്പോൾ ഭക്ഷണമായിരിക്കാം, മരുന്നായിരിക്കാം, ഒരാഴ്ചത്തേക്കെങ്കിലും അത് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ഒരാഴ്ചത്തേക്ക് കൊടുത്തു, അത് തീരാറാകുമ്പോഴേക്കും നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് പിന്നീട് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യാം. ക്ലിയർ ആയോ? ഇതൊക്കെ ഡിസാസ്റ്ററിൽ വരേണ്ട പ്ലാനിങ്ങുകൾ തന്നെയാണ്. Okay, and the next one, establishment of centralized public information center with a designed spokesman. അതായത് ഒരു സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫർമേഷൻ, ഈ പറയുന്ന ദുരന്തമുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനൊക്കെ ഉണ്ടായിരിക്കും. അതായത് നമ്മളോട് പറയാനല്ല, അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, അവർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ ഉണ്ടായിരിക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഏർപ്പെടുത്തുക. അവരുടെ പോരായ്മകളോ അവരുടെ ഇല്ലായ്മകളോ വേദനകളോ ദുഃഖങ്ങളോ ഒക്കെ കേൾക്കാനൊക്കെ പറ്റിയ അതിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻഡ് സ്പോക്സ്മാൻ എന്ന് പറഞ്ഞാൽ വക്താവ് അല്ലെ. അപ്പൊ വേണ്ട ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കാനും അവരുടേത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് കേൾക്കാനും പറയാനും ഒക്കെ പറ്റിയ ഒരു നല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ ഉണ്ടാകണം. ഡിസാസ്റ്റർ ഒക്കെ ഒക്കർ ചെയ്ത സ്ഥലത്ത് ഒരു ചെറിയ കുറച്ച് ദിവസത്തേക്ക്, കാരണം അവർക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെയുണ്ട് എന്നൊരു ബോധ്യം കൂടി അവർക്ക് കൊടുക്കാലോ. അത് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് എത്തിച്ചേരാം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ഒരു ആശ്വാസ വാക്കൊക്കെ പറയാം. അപ്പൊ അങ്ങനെ പറ്റിയ ഒരു കാര്യങ്ങൾ, ഒരു സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ്. And the last one, security system to minimize the presence of and authorize the individuals and vehicles in or near the reception, triage, observation and immediate care areas. അതായത് ഹോസ്പിറ്റൽസിലേക്ക് ഇങ്ങനെ ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ്, ഒത്തിരി ആളുകളെ പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഒഴുക്കിലേക്ക് മറ്റ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് പെടാത്ത മറ്റ് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തെയൊക്കെ കുറയ്ക്കാൻ, എന്ന് വെച്ചാൽ ഇവർ ആവശ്യമില്ലാത്ത ആളുകളൊക്കെ വന്ന് എന്താ പറയാ നിന്ന് ട്രീറ്റ്മെന്റിനെ അല്ലെങ്കിൽ ട്രയൽസിന് മെഡിക്കൽ കെയറിനെയൊക്കെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സെക്യൂരിറ്റി സിസ്റ്റം കൂടി എന്ത് ചെയ്യണം, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തണം എന്നാണ്. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റുകൾ മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് പ്രിപ്പയറിംഗ് എ ഡിസാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ടോപ്പിക് വരെയാണ് വായിച്ചതും പഠിച്ചിട്ടുണ്ടാവും ഏകദേശം. ഇത്രയും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയെങ്കിലും നമുക്ക് എടുക്കാനും പറ്റുന്നത് അല്ലെ. സിമ്പിൾ ആയതുകൊണ്ടാണ് നിങ്ങളും ക്ലിയർ ആണ്, മനസ്സിലായി സംഭവത്തിൽ നമുക്ക് ആ ഒരു എടുത്ത് പോകാനുള്ള ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ടൊക്കെ ഇതുവരെയുള്ളത് തുടങ്ങി തന്നെ വായിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ക്ലാസ്സിൽ എടുത്ത ഭാഗം മാത്രം വായിക്കാതെ ഓരോ പ്രാവശ്യം വായിക്കും. നമ്മൾ സീരിയസ് ആയിട്ട് ക്ലാസ്സിൽ നടത്തിയതൊക്കെ വായിച്ച് വരിക കേട്ടോ. അപ്പൊ see you next week. Okay, thank you. Bye.